കോൺഗ്രസിന് ആശ്വസിക്കാം. കർണാടകയിലെ അതികായനായ കോൺഗ്രസ് നേതാവായ DK ശിവകുമാറിനെതിരെയുള്ള കള്ളപ്പണക്കേസ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വലിയ തരത്തിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു DK ശിവകുമാറിന്റെ ഈ കള്ളപ്പണക്കേസും അതുപോലെ തന്നെ EDയുടെ അന്വേഷണവുമെല്ലാം തന്നെ. ഒരർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിൽ ചർച്ചയാകുമോ, ഒരുപക്ഷെ പ്രതിപക്ഷം അതെല്ലാം തന്നെ എടുത്ത് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകൾക്കെല്ലാം തന്നെ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസം തന്നെയാണ്. കാരണം കർണാടകയിൽ കോൺഗ്രസ് ആധിപത്യം ഉറപ്പിച്ചതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി ഭൂരിപക്ഷത്തോടുകൂടി ആധിപത്യം ഉറപ്പിച്ചതാണ് കർണാടകയിൽ. മാത്രമല്ല അവിടെ അധികാരത്തിലെത്തിയതിനു ശേഷം എന്തെല്ലാമായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ നടപ്പിലാക്കി കാണിക്കാനും DK ശിവകുമാറിനും അതുപോലെ തന്നെ സിദ്ധരാമയ്യയ്ക്കും സാധിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ഇനി ആ കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള ചില ചെറിയ പൊട്ടിത്തെറികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഭരണ മികവ് തന്നെയാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ കോൺഗ്രസ് നേടിക്കൊണ്ടിരിക്കുന്നതും എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർണാടകയിൽ ഒരുപക്ഷെ കോൺഗ്രസിന് വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ പോലുമുണ്ട്. അതേ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എങ്കിൽ ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് കർണാടകയിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർണാടക എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ അത്ര ഒരു സംസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് എന്ത് തന്നെയാണെങ്കിലും കർണാടകയിലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ അതികായനായ നേതാവായ DK ശിവകുമാറിന് എതിരെയുള്ള കള്ളപ്പണക്കേസിന് ഇപ്പോൾ ഒരു സുപ്രീം കോടതി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് വരുന്നത്. യഥാർത്ഥത്തിൽ 2018 DK ശിവകുമാറിനെതിരെ ഈ ഒരു കേസ് എടുക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ അറസ്റ്റ് എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനടുത്ത മാസം തന്നെ ഡൽഹി ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത്. തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് BJP എന്നും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ തന്നെ ED DK ശിവകുമാറിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പ് 2018 ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിന് പിന്നാലെ DKക്കെതിരെയുള്ള കേസുമായി ED മുന്നോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. നികുതി വെട്ടിപ്പ്, കോടികളുടെ ഹവാല ഇടപാടുകൾ എന്നിവയായിരുന്നു DK ശിവകുമാറിന് എതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ശിവകുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും തുടർച്ചയായി വലിയ അളവിൽ കണക്കില്ലാത്ത അത്രയും പണം ഹവാല വഴി കണ്ടെത്തുന്നുണ്ടെന്നും 3 പേരാണ് ഇതിനെ സഹായിക്കുന്നതെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ 2017 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 300 കോടി രൂപ പിടിച്ചെടുത്തുവെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പണമെല്ലാം തന്നെ BJPയുമായി ബന്ധപ്പെട്ടതാണെന്നും ശിവകുമാർ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. 2019 ശിവകുമാർ ED സമൻസിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കോടതി സമൻസ് തള്ളിയില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ DK ശിവകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഏറെ സ്വാധീനമുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ ജയ്ഹിന്ദ് ചാനലിനെതിരെ ജയ്ഹിന്ദ് ചാനൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന സാഹചര്യത്തിൽ DK ശിവകുമാർ അവരെ സഹായിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയരുകയും ജയ്ഹിന്ദ് ചാനലിൽ EDയുടെ ഒരു പരിശോധനയെല്ലാം വരുന്ന അതായത് കേരളത്തിലേക്ക് പോലും എത്തുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. DK ശിവകുമാറിനെ യഥാർത്ഥത്തിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് EDയുടെ ലക്ഷ്യം എന്ന് പോലും അദ്ദേഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചുവടുവെപ്പിൽ ഏറ്റവും ഉന്നതമായ ഒരു നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയ ആരോപണവും ഇത്ര വലിയ കേസെല്ലാം തന്നെ വരുന്നത്. അന്നും ഇന്നും എന്നും അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരേ കാര്യത്തിൽ തന്നെയാണ് ഇതൊന്നും തന്നെ താനുമായി ബന്ധപ്പെട്ട കാര്യമല്ല, തനിക്കിതിലൊന്നും തന്നെ പങ്കില്ല, ഈ പണമെല്ലാം തന്നെ BJPയുടേതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കൈയൊഴിയലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി എന്ത് തന്നെയാണെങ്കിലും സമൻസെല്ലാം തള്ളുന്നൊരു സാഹചര്യം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളൊരു നിലപാടിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരാഴ്ചക്കകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം കൂടി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയം വലിയ തരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും കടുത്ത പോരാട്ടത്തിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണി BJPക്കെതിരെ ഒറ്റക്കെട്ടാകുന്നു എന്ന് പറയുന്ന വലിയൊരു സവിശേഷത കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ അവിടെ കരുത്തരായ നേതാക്കൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അഴിമതിയെല്ലാം തന്നെ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയാണ് ഇനി കർണാടകയിൽ മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ എന്ന് തന്നെയാണെങ്കിൽ വിവരങ്ങൾ പുറത്തു
വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയാണ് കർണാടകയിൽ മത്സരിക്കുന്നത് എങ്കിൽ അതും വലിയ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. കർണാടക എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അത്തരം ഒരു സംസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ ജില്ലയാണെങ്കിലും ശരി, അവിടുത്തെ നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടിയെല്ലാം തന്നെ തികച്ചും തെറ്റായിരുന്നു, അല്ലെങ്കിൽ ആ നടപടിയൊന്നും തന്നെ ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധിക്കുന്നത്. അതേസമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന ചില കേസുകളിൽ, എല്ലാ കേസുകളിലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതൊന്നും തന്നെ സത്യമാകുന്നില്ല എന്ന് പറയുന്ന വലിയൊരു ആരോപണവും വിമർശനവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഉണ്ട് എന്നുള്ളതും അതൊരു വാസ്തവം തന്നെയാണ്. കാരണം ഒരു 10 കേസുകൾ അവർ എടുക്കുകയാണെങ്കിൽ അത് 3 മാത്രം തെളിയിക്കപ്പെടുന്നു, ബാക്കി 7 തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇഡിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ വിശ്വാസ്യത പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുക പോലും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡി കെ ശിവകുമാറിനെതിരെയുള്ള എടുത്തിട്ടുള്ള ഈ ഒരു കേസ് പോലും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വിമർശനങ്ങൾ പോലും അന്ന് ആ കേസെടുക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം വഴിയെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത അല്ലെങ്കിൽ ഇഡി എടുത്തിട്ടുള്ള ഈ കേസെല്ലാം തന്നെ അത് തീർത്തും രാഷ്ട്രീയപരമായാണോ അല്ലെങ്കിൽ അതെല്ലാം തന്നെ തെറ്റായിരുന്നു, ഇഡിയുടെ കണ്ടെത്തലെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് അനുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം തെറ്റാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതി ആ കേസ് പോലും റദ്ദാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും അവിടെ ഇഡിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് തകരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ആശ്വസിക്കാമെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ ചർച്ചകളും പോരാട്ടങ്ങളെല്ലാം തന്നെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാവരും കളത്തിലിറങ്ങി കഴിഞ്ഞു. അതേസമയം തന്നെ അണിയറയിൽ നേതാക്കളെല്ലാം തന്നെ പുതിയ കളമൊരുക്കുന്നതിന്റെയും പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന്റെയും തിരക്കിലാണ്. എന്താണെങ്കിലും ഇനി കർണാടകയ്ക്ക് ആശ്വസിക്കാം, കോൺഗ്രസിനും ആശ്വസിക്കാം. എന്തു തന്നെയാണെങ്കിലും സുപ്രീം കോടതി വിധി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂല സാഹചര്യം തന്നെയായിരിക്കും സമ്മാനിക്കുക.